ഇനി പറയാൻ പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. ഗുജറാത്തിലെ നർമ്മദാ തീരത്ത് 2990 കോടിയോളം രൂപ ചെലവഴിച്ച് ഏകതാ പ്രതിമ നിർമ്മിച്ച് ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വിനോദസഞ്ചാരത്തിനായി എത്തുന്നത്. ഒരു നാടിൻ്റെ ഗോത്രവർഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ നർമ്മദാ നദിയുടെ തീരം. ഇന്നവിടെ വികസനത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുകയാണ്. ഇന്ത്യയുടെ അത്ഭുത മനുഷ്യനെ കാണുവാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 182 മീറ്ററാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യുവിൻ്റെ ഉയരമെന്ന് പറയുന്നത്. അത് കാണുവാനെത്തുന്ന ജനങ്ങൾ, അവിടെ ധാരാളം ഉദ്യാനങ്ങൾ, വിശ്രമ സങ്കേതങ്ങൾ, റോഡുകൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റാണ്. 4 കിലോമീറ്റർ ദൂരം അവിടെ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ നമുക്ക് ആ 4 കിലോമീറ്ററിന് വെളിയിൽ വരെ സ്വന്തം വാഹനത്തിൽ പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ട്രസ്റ്റിൻ്റെ വാഹനങ്ങളുണ്ട്. ഇഷ്ടമുള്ളിടത്ത് പോകാം, സഞ്ചരിക്കാം, നമുക്ക് പട്ടേലിനെ കാണാം. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ആ ശൈശവ കാലഘട്ടത്തിൽ ഇന്ത്യ ചോരപ്പുഴ ഒഴുകിയിരുന്ന വിഭജനത്തിൻ്റെ തീരാമുറിവുകൾ രാഷ്ട്രം വിറങ്ങലിച്ച് നിൽക്കുന്ന കാലത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അതിശക്തമായ കഴിവുകൾ കൊണ്ട് മാത്രമാണ് ഇന്ത്യ എന്നുള്ളത് ഒരു രാജ്യം ഇത്രയും ശക്തമായി മറ്റു നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനും ഈ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുവാനും പട്ടേൽ വഹിച്ച പങ്കെന്ന് പറയുന്നത് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ അയൺമേൻ എന്ന് മുദ്ര കുത്തപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം ആ നിർമ്മിതി, ഏറ്റവും ആഡംബരമായിട്ടുള്ള ആ നിർമ്മിതി, അത് വിദേശത്ത് നിന്ന് നമുക്ക് എത്ര കോടി രൂപയാണ് പ്രതിവർഷം നമുക്ക് നേടിത്തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം കോടിയാണ് നേടിത്തരുന്നത്. മാത്രമല്ല ഈ പ്രതിമയ്ക്ക് കൂടി ഒരു പ്രത്യേകതയുണ്ട്. ഭൂകമ്പത്തെ അതിജീവിക്കുവാനുള്ള 6.5 റിച്ചർഡ് സ്കെയിൽ 6.5 തീവ്രതയുള്ള ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാലും ആ സ്റ്റാച്യുവിന് ഒരിക്കലും കോട്ടം തട്ടാത്ത രീതിയിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് സർദാർ പട്ടേലിനത്. സർദാർ പട്ടേലിന് ആ ഒരു പ്രതിമ നിർമ്മിച്ചതിലൂടെ രാജ്യത്തിൻ്റെ ഒരു ഐക്യമാണ്, അതായത് ഇന്ത്യയെ ഒന്നിപ്പിച്ച ഉരുക്കു മനുഷ്യനെ ലോകത്തിന് കാണുവാൻ വേണ്ടി, രാജ്യത്തിന് കാണുവാൻ വേണ്ടി ലോകത്തിന് കൊടുക്കുന്ന സന്ദേശമായിട്ടാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആ നർമ്മദാ നദിയുടെ തീരത്തിനഭിമുഖമായി അവിടെ അദ്ദേഹം വിളങ്ങുകയാണ്. അത് രാജ്യത്തിൻ്റെ ഒരു ശ്രേയസ്സായി മാറിയിരിക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ അഭിമാന ഉരുക്കു മനുഷ്യൻ.